എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും സന്തോഷമുള്ള ജീവിതത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരുടെയും ജീവിതം സന്തോഷകരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു നല്ല വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ പെൺകുട്ടികൾ ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. പല പെൺകുട്ടികൾക്കും വീട്ടിൽ തനിച്ചിരിക്കുന്നതാണ് ഇഷ്ടം. മാതാപിതാക്കൾ പുറത്തേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് വളരെയധികം സന്തോഷമാണ്. പതിവില്ലാത്ത അത്ര ഉത്സാഹമായിരിക്കും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്തു കൊടുക്കും. അന്ന് നല്ല കുട്ടിയായിരിക്കുകയും ചെയ്യും. ഇവർ കുറച്ചു നേരം വൈകും, പേടിയുണ്ടോ എന്ന് അവരോട് ചോദിച്ചാൽ പോലും അവർക്ക് അത് യാതൊരു പ്രശ്നവും ഉണ്ടായിരിക്കുകയില്ല. പുറത്തേക്ക് നിശബ്ദയായി ഇരുന്നാലും ഉള്ളിൽ ഇവർക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായിരിക്കും. കാരണം മാതാപിതാക്കൾ വീട്ടിലില്ലെങ്കിൽ ഇവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇവരുടേതായ സ്വകാര്യ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. അവ തടസ്സമില്ലാതെ നടത്തിയെടുക്കാൻ സാധിക്കും എന്നതായിരിക്കും അവരുടെ ആ സമയത്തെ ചിന്ത. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, സ്വകാര്യ നിമിഷം. വീട്ടിൽ അച്ഛനും അമ്മയും ഇരുന്നാൽ പല പെൺമക്കൾക്കും അസ്വസ്ഥരാണ്. കാരണം മക്കൾ എന്തു ചെയ്യുന്നു, ഫോണിൽ എന്തു ചെയ്യുന്നു, ടി വിയിൽ എന്തു ചെയ്യുന്നു, മുറി അടച്ചിട്ട് എന്തു ചെയ്യുന്നു, അവൾ ഒറ്റയ്ക്ക് എന്തിന് ഇരിക്കുന്നു എന്നിങ്ങനെ പല ചോദ്യങ്ങളും തിരച്ചിലുകളുമാണ് മാതാപിതാക്കൾക്ക് ഉണ്ടാവുന്നത്. ഇത് പല പെൺകുട്ടികളെയും മാനസികമായി അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഇവർക്ക് തങ്ങളുടേതായ സ്വകാര്യ നിമിഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്ന ചോദ്യം പലപ്പോഴും ആ സമയത്ത് ഉണ്ടായേക്കാം. ഇതിന് ഒരു മറുമരുന്നാണ് വീട്ടിൽ അവർക്കൊരു സ്വകാര്യ നിമിഷങ്ങൾ ലഭിക്കുന്നു എന്നത്. മാതാപിതാക്കൾ വീട്ടിൽ ഇല്ലെങ്കിൽ പല പെൺകുട്ടികൾക്കും സന്തോഷമാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരുതരം സ്വാതന്ത്ര്യം കിട്ടിയ അനുഭൂതിയാണ് അവർക്ക്. വീട് ഇനി തങ്ങളുടെ ലോകം, തങ്ങളുടെ കൈപ്പിടിയിൽ എന്ന മനോഭാവമാണ് അവർ പോയതിനു പിന്നാലെ വാതിൽ അടച്ചാൽ അവർക്ക് തോന്നുക. സന്തോഷം കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയായിരിക്കും ഭൂരിപക്ഷം പെൺകുട്ടികൾക്കും. അവരിൽ മിക്കവാറും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, മൊബൈൽ ഫോണിന്റെ ഉപയോഗം. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പെൺകുട്ടികളിൽ പലരും മൊബൈൽ ഫോൺ അഡിക്റ്റ് ആണ്. പഠിക്കാതെ ദീർഘനേരം ഫോണിൽ നോക്കിയിരിക്കും. ഇത്തരത്തിൽ ഫോണിൽ അമിതമായി ചെലവഴിക്കുന്നത് അവരുടേതായ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ മറക്കുന്നതിലേക്ക് പിന്നീട് നയിക്കാം. അതുപോലെ അമിതമായിട്ടുള്ള തലവേദന, കണ്ണുവേദന, ഉറക്കക്കുറവ് എന്നീ പ്രശ്നങ്ങളിലേക്കും അവരെ നയിക്കാം. പഠിക്കുന്ന കുട്ടികൾ അന്നേ ദിവസത്തെ പഠനകാര്യങ്ങൾ ചിലപ്പോൾ പിന്നോക്കം പോകാം. അടുത്തത് ഇവര് പലഹാരം കണ്ടെത്തലാണ്. പലർക്കും വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നത് പതിവാണ്. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പലപ്പോഴും അമിതമായി പലഹാരങ്ങൾ കഴിക്കാൻ ഇവർ സമ്മതിക്കാറില്ല. അതിനാൽ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ എടുത്തു കഴിക്കുന്നത് ഇവർ പതിവാക്കാറുണ്ട്. കൂടാതെ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കാനും ചില പെൺകുട്ടികൾ താല്പര്യപ്പെടാറുണ്ട്. അടുത്തത് ഫാഷനാണ്. അതായത് മിക്ക പെൺകുട്ടികൾക്കും നല്ല സ്റ്റൈലായി അല്ലെങ്കിൽ കുറച്ച് മോഡേണായി നടക്കാൻ കൊതിക്കുന്നവരാണ്. എന്നാൽ മിക്കവരുടെയും ഭൂരിഭാഗം മാതാപിതാക്കളും ഇത് അനുവദിക്കാറില്ല, വീട്ടിലും പുറത്തും. അതിനാൽ മാതാപിതാക്കൾ ഇല്ലാത്ത സമയത്ത് നല്ല മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കാനും അവ ധരിച്ച് സെൽഫികൾ എടുക്കാനും പലരും താല്പര്യപ്പെടുന്നു. കൂടാതെ ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്ര സ്റ്റൈൽ ചെയ്യുന്നു, മേക്കപ്പ് ഇടുന്നു. ഇങ്ങനെ ഇവർക്ക് മനസ്സിൽ തോന്നുന്ന ആ ആഗ്രഹങ്ങൾ മാതാപിതാക്കൾ ഇല്ലാത്ത നേരത്ത് ഇവർ സഫലീകരിക്കുന്നു. അടുത്തത് പ്രണയമാണ്. പ്രണയം ഉള്ള പെൺമക്കളാണെങ്കിൽ തങ്ങളുടെ കാമുകനെ വിളിച്ച് ദീർഘനേരം സംസാരിക്കും. വീട്ടിൽ ആരും ഇല്ലാത്തതിനാൽ മനസ്സു തുറന്ന് കുറേ നേരം സംസാരിക്കാൻ ഇവർക്ക് സാധിക്കും. ആരെയും ഭയപ്പെടാതെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് അപ്പോൾ ലഭിക്കും. ഇനി ഉറക്കമാണ്. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പലരും നല്ലപോലെ ഉറങ്ങാനാണ് ഇഷ്ടപ്പെടുന്നത്. വീട്ടിൽ പണിയെടുക്കേണ്ട, ആരുടെയും ചീത്തയും കേൾക്കേണ്ട, ആരും എന്താണ് ചെയ്യുന്നത് എന്ന് അന്വേഷിച്ചു വരില്ല. നല്ല സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കും അവർക്കപ്പോൾ. ഇനി അടുത്തത് പരീക്ഷണമാണ്. ചിലർ വീട്ടിൽ ആരുമില്ലെങ്കിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് ഇറങ്ങും. പ്രത്യേകിച്ച് യൂട്യൂബോ സോഷ്യൽ മീഡിയയോ നോക്കി അതിൽ കാണുന്ന ഭക്ഷണങ്ങൾ തയ്യാറാക്കി പരീക്ഷിക്കുന്നതും ഈ സമയത്ത് കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഒരു യുവതി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി
പൊതുവിൽ ചെയ്യുന്ന കാര്യങ്ങൾ. പൊതുവിലാണ് എല്ലാവരും ഇത്തരക്കാർ ആവണമെന്നില്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായി വരുന്നത് വരെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു.